അലാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കുക്കിംഗ് അല്ല കാണിക്കുന്നത്, നമുക്ക് കല്യാണ വീട്ടിലുള്ള കുറച്ച് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കല്യാണ വീട്ടിലുള്ള വീഡിയോസ് എല്ലാം നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവരുടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ നമുക്കത് കല്യാണത്തിന് പോയാലോ ഒന്നും നമുക്കതിങ്ങനെ കല്യാണത്തിൻ്റെ അവരെ കുക്കിംഗ് ഒന്നും കാണാനുള്ള സമയം കിട്ടലില്ല, നമുക്ക് കാണാനും പറ്റലില്ല. അപ്പം ഇതുപോലത്തെ വീഡിയോസെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ, അതുപോലെ കുക്കിംഗ് വീഡിയോ എല്ലാം കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് അവരുടെ മീൻ പൊള്ളിച്ചതാണ് കാണിക്കുന്നത്. അപ്പോൾ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, അതിൻ്റെ തലയും വാലൊന്നും കളഞ്ഞിട്ടില്ല. അതെല്ലാം മീനിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് അവർ ക്ലീൻ ചെയ്തെടുത്തത്. എന്നിട്ട് അവരുടേതായിട്ടുള്ളൊരു സ്പെഷ്യൽ മസാലയാണ് ഇതിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തേച്ചിട്ടുള്ളത്. ആ മസാലയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് ഓയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് ഇട്ടുതരാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് അവർ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഉൾഭാഗമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും, ഉള്ളിൽ നല്ല ജ്യൂസി ആയിരിക്കും. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊന്നും കൂടിയും കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പം മുഴുവനും മീനും അതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അവരുടേതായ വേറൊരു മസാലയും കൂടി ചെയ്തിട്ട് അതിൽ പൊതിഞ്ഞിട്ടാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പം അതിന് അവർ കണക്കായിട്ടുള്ള ഫോയിൽ പേപ്പറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ വാഴയില എടുത്തിട്ടുണ്ട്. അപ്പം മീൻ ഫ്രൈ ചെയ്ത മീനിലേക്ക് അവരുടെ മസാല തേച്ചിട്ട് അങ്ങനെയാണ് പിന്നെ അതൊരു നല്ല ചൂടായ കല്ലിലിട്ടിട്ട് പൊള്ളിച്ചെടുക്കാൻ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ മണമൊന്നും പുറത്തേക്ക് പോവില്ല, എല്ലാം അതിൽ തന്നെ പിടിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ഈ ഒരു മീൻ പൊള്ളിച്ചത് കിട്ടാൻ. ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആൾക്കാർ വരുന്നതിനനുസരിച്ചിട്ടാണ് അവർ ഇത് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ചൂടോടെ തന്നെ നമുക്കിത് അവരിത് സെർവ് ചെയ്ത് തരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ മീൻ പൊള്ളിച്ചെടുത്തത്. പിന്നെ എല്ലാ വീഡിയോ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം കുറേ ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും ഇത് കുറച്ചായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ബിരിയാണിക്കുള്ള ഉള്ളിയെല്ലാം തൊളിച്ച് ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചെമ്പ് റെഡിയാക്കി വെച്ചതാണ് ഇത്. അതുപോലെ തന്നെ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് ബീഫ് നല്ല മുളകിട്ട പോലെ വറ്റിച്ചെടുക്കുന്ന ഒരു കറിയാണ്. അപ്പം ബീഫ് അടിയിലിട്ടിട്ട് അതിൻ്റെ മേലെ ഉള്ളിയും തക്കാളിയും മസാലയെല്ലാം ചേർത്തിട്ടാണ് ബീഫ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഉള്ളത് പൊറോട്ട ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പൊറോട്ടയെല്ലാം നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ 2-3 ആൾക്കാരുണ്ടായാലും എല്ലാവർക്കും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അന്ന് പണിയുണ്ടാകും. കാരണം ഒരാൾ മാവ് കുഴച്ച്, ഒരാൾ വീശി, ഒരാൾ ചുട്ട്, ഒരാൾ അടിച്ച്, അങ്ങനെ 2-3 ആൾക്കാർ ചേർന്നിട്ടാണ് പൊറോട്ട ഉണ്ടാക്കാൻ. പക്ഷെ നമ്മൾ കല്യാണ വീട്ടിലെല്ലാം കണ്ടാലും അറിയാം, ഒരാൾ ഒറ്റക്കാണ് ഒരുപാട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പം ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് വേണം നമ്മൾ, അവരെല്ലാം അതുപോലെയാണ് ചെയ്യുന്നത്, നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഫലൂഡയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ കസ്കസ് ഇട്ട് പിന്നെ ജെല്ലി റെഡിയാക്കിയിട്ട് ജെല്ലി ഇടുന്നുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്, ഫ്രഷ് ഫ്രൂട്ട് അതിട്ട് പിന്നെ ഐസ്ക്രീം സ്കൂപ്പും കൂടി ഇട്ടിട്ടാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ബട്ടർ ചിക്കൻ്റെ പ്രിപ്പറേഷനാണ്. പക്ഷേ ബട്ടർ ചിക്കൻ എനിക്ക് നമ്മൾ റിയലായിട്ടുള്ളൊരു ആ ടേസ്റ്റ് നമുക്ക് വന്നിട്ടില്ല, അത്ര ഒരു റെഡിയായി കണ്ടിട്ടില്ല. കറി ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ബട്ടർ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ കുറച്ച് കളറെല്ലാം ആഡ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്.
പിന്നെ അതിൽ എന്തെല്ലാം ചേർക്കുന്നുണ്ട്, അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പാസ്ത ചെയ്യുന്നത് അവർ ചെയ്തത് പ്രോൺസ് വെച്ചിട്ടാണ്. പാസ്ത നല്ല സ്പൈസി ആയിട്ടുള്ള പാസ്തയാണ് റെഡിയാക്കിയത്. അപ്പോൾ അധികം വലിപ്പമില്ലാണ്ട് ചെറിയ പ്രോൺസ് വെച്ചിട്ടാണ് പാസ്ത ചെയ്തെടുത്തത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പാസ്തൻ്റെ റെസിപ്പിയാണ്. പിന്നെ വരുന്നത് കാട ഡ്രൈ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലോറും അതുപോലെ തന്നെ മുളകും മുട്ടയെല്ലാം ചേർത്തിട്ടുള്ളൊരു മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എണ്ണയിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് അവരുടെ കാട ഫ്രൈ ഉണ്ടായത്. നമുക്കത് കൊട്ടും എല്ലാം നമുക്ക് കടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ അവരൊരു റെസിപ്പി ബീഫ് കൊണ്ടാട്ടം ചെയ്തത്, അത് അടിപൊളിയായിരുന്നു. നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് ബീഫ് കൊണ്ടാട്ടം ചെയ്തത്. ഇതിപ്പം മട്ടൺ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മട്ടൺ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അടുത്തത് ചെയ്യുന്നത് സ്പഗട്ടി നൂഡിൽസാണ്. അത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തത്. അതധികം സ്പൈസി അല്ല, നല്ല വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് നല്ല ഫ്ലേവർ ഉള്ളൊരു നൂഡിൽസായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ മന്തിക്ക് വേണ്ടിയിട്ട് ചിക്കൻ പീസ് അധികം ചെറുതുമല്ല വലുതല്ലാത്ത പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മസാലയെല്ലാം പുരട്ടിയിട്ട് ആവിയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്തത്. ആ ഒരു ജ്യൂസ്, ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ റൈസിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണയെല്ലാം ഒഴിച്ച് അതിൽ ഉള്ളിയും തക്കാളിയും സ്പൈസസ് എല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും പിന്നെ മന്തി മസാലയാണ് അവർ യൂസ് ചെയ്തത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് കിട്ടുന്ന മന്തി മസാല തന്നെ. പിന്നെ അതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഒരു മണിക്കൂർ മുന്നേ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വറ്റിച്ചെടുക്കുക ചെയ്തത്. ചിലപ്പോൾ നമ്മൾ അരി ഊറ്റിയെടുക്കാറുണ്ട്. ഇതിപ്പം വറ്റിച്ചിട്ടിടുന്നതാണ് എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ചിക്കൻ സ്റ്റീം ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് സെർവ് ചെയ്തത്. സ്റ്റീം ചെയ്തെടുത്ത ചിക്കൻ അത് മസാലയൊന്നും വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. സ്റ്റീം ചെയ്താകുമ്പോൾ അതിൻ്റെ മസാല, നമ്മൾ പുരട്ടിയ മസാല അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത്. ഇതിപ്പം ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഉള്ളിയും ക്യാപ്സിക്കം അതെല്ലാം വഴറ്റിയിട്ട് പിന്നെ കുറേ സോസസും കൂടി അവർ ചേർത്തിട്ടാണ് ചില്ലി ചിക്കൻ റെഡിയാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.